യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത തെളിവുമില്ലാത്ത ഒരു ആരോപണമാണ് ഈ രക്തസാക്ഷി ഫണ്ട് വകമാറ്റി അല്ലെങ്കിൽ അതിൽ തിരിമറി നടത്തി എന്നുള്ളത്. അതിന് യാതൊരുവിധ തെളിവുമില്ല. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രക്തസാക്ഷികളുടെ ഫണ്ടിൽ തിരിമറി നടത്തി എന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ട് സ്വയം രക്തസാക്ഷിയാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചയാളാണ് ടി.വി. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത്. ഈ ടി.വി. കുഞ്ഞികൃഷ്ണൻ ടി.ഐ. മധുസൂദനനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്കകത്തൊന്നും ഒരു കഴമ്പുമില്ലെന്നേ. ഞാൻ പറയുന്നത് ടി.വി. കുഞ്ഞികൃഷ്ണന്മാർ CPM-നകത്ത് മാത്രമല്ല ഉള്ളത്. ഒരുപാട് ടി.വി. കുഞ്ഞികൃഷ്ണന്മാർ കോൺഗ്രസിനകത്തുനിന്നും ഇനി പുറത്തേക്ക് വരാനുണ്ട്. ഒരുപാട് ടി.വി. കുഞ്ഞികൃഷ്ണന്മാർ ഇനി BJP-ക്കകത്തുനിന്ന് പുറത്തേക്ക് വരാനുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ടി.ഐ. മധുസൂദനൻ ഇനി ഒരിക്കലും പയ്യന്നൂരിൽ നിന്ന് MLA ആകാൻ പാടില്ല എന്ന ഒരു നിലപാടെടുക്കുന്നു, വ്യക്തിപരമായ വൈരാഗ്യം എടുക്കുന്നു. ഈ വർഗീയ ശക്തികളുടെ കടന്നുകയറ്റം ചെറുക്കാൻ വേണ്ടിയിട്ട് എല്ലാ മതേതര വിശ്വാസികളും കൂടി ഒരുമിച്ചൊരു പോരാട്ടം നടത്തേണ്ട സമയത്താണ് ഇതുപോലെയുള്ള കരിങ്കാലികൾ ഇവിടെ വാർത്തകളിൽ നിറയുന്നതും ചർച്ചകളിൽ നിറയുന്നതും. അപ്പൊ ഇതിനെ ഒരു ചർച്ചയാക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്. കേരളത്തിലെ വികസനം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പാടില്ല, കേരളത്തിലെ വിദ്യാഭ്യാസ നയം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് പാടില്ല, യുവജനക്ഷേമം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് പാടില്ല. നമസ്കാരം. ടി.വി. കുഞ്ഞികൃഷ്ണൻ ശരിക്കും ഇരയാണോ അതോ കരിങ്കാലിയാണോ? ഈ ടി.വി. കുഞ്ഞികൃഷ്ണൻ ഒരു രക്തസാക്ഷി പരിവേഷമൊക്കെ എടുത്ത് അണിയാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രക്തസാക്ഷികളുടെ ഫണ്ടിൽ തിരിമറി നടത്തി എന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ട് സ്വയം രക്തസാക്ഷിയാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചയാളാണ് ടി.വി. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കണ്ടറിഞ്ഞതും അന്വേഷിച്ചറിഞ്ഞതും വെച്ച് നോക്കുന്ന സമയത്ത് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് കോൺഗ്രസിൽ പോലും ഇതുപോലത്തെ കരിങ്കാലികൾ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇയാളൊന്നും ഇത്രയും നാൾ ഒരു സഖാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പാർട്ടിക്കകത്ത് എങ്ങനെ പിടിച്ചു നിന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇയാളെ സംബന്ധിച്ചിട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന സമയത്ത് ഇയാൾ ഓൺലൈൻ ട്രേഡിംഗ് ഇയാൾ നടത്തുന്നുണ്ട്. അതായത് ഡെയിലി ട്രേഡിംഗ് ഉണ്ട്, കമ്മോഡിറ്റി ട്രേഡിംഗ് എന്നൊക്കെ പറയും. അങ്ങനെ ട്രേഡിങ്ങിലൂടെ ഓരോ ദിവസവും ആയിരങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്ന ഒരു കക്ഷിയാണ് അദ്ദേഹം. ഇത് കൂടാണ്ട് തന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം അവിടെ ഏറ്റവും കുറഞ്ഞതൊരു 10-15 പ്രോപ്പർട്ടി എങ്കിലും ഇദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ജോലിയിലിരിക്കുന്ന സമയത്ത്, അതായത് പയ്യന്നൂർ റൂറൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ബാങ്കിൽ നിന്ന് തന്നെ വല്ല തിരിമറി നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഇനി വിജിലൻസ് ഒക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. നമുക്കറിയാം ഈ 2010 കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ സഹകരണ ബാങ്കിൽ നിന്ന് ഒരാഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്കൊക്കെ 10 ലക്ഷം 25 ലക്ഷമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നതിനൊന്നും വേറെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ബാങ്കിന്റെ പണം ഉപയോഗിച്ച് ഇദ്ദേഹം റിയൽ എസ്റ്റേറ്റ് നടത്തിയിട്ടുണ്ടോ എന്നുകൂടി അന്വേഷിക്കേണ്ട ഒരു കക്ഷിയാണ്. കമ്മ്യൂണിസ്റ്റ് ആചാര്യനെ പോലെ അല്ലെങ്കിൽ ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടാൻ വേണ്ടിയിട്ട് ബൂർഷ്വ മാധ്യമങ്ങളുടെ അടുക്കൽ പോയി ഇന്റർവ്യൂ നൽകി ഇപ്പോൾ ഒരു വലിയ സഖാവ് ചമയുന്നത് എന്നുള്ളതാണ് സത്യം. പിന്നെ ഒരു രാഷ്ട്രീയ ആയുധം ആരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും അവരത് കൃത്യമായിട്ട് അതിനെ ഉപയോഗിക്കും. ഇപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനെ കിട്ടിക്കഴിഞ്ഞാൽ CPM-ഉം ഒരു CPM-കാരനെ കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരനും ആഘോഷിക്കും, BJP-കാരനും ആഘോഷിക്കും. ഒരു CPM-കാരനെ കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരനെ കിട്ടിക്കഴിഞ്ഞാൽ BJP-കാരനും ആഘോഷിക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു ആഘോഷത്തിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ഈ ടി.വി. കുഞ്ഞികൃഷ്ണൻ ടി.ഐ. മധുസൂദനനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്കകത്തൊന്നും ഒരു കഴമ്പുമില്ലെന്നേ. കാരണം രക്തസാക്ഷികൾക്ക് വേണ്ടിയിട്ട് പിരിക്കുന്ന ഫണ്ടിനകത്ത് നിന്ന് 1 രൂപയെങ്കിലും ആരെങ്കിലും വകമാറ്റി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള സഖാക്കന്മാർ തന്നെ തങ്ങളുടെ എത്ര വലിയ സഖാവാണെങ്കിലും അയാളെ കൈകാര്യം ചെയ്യും. കാരണം രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? തങ്ങൾക്ക് വേണ്ടിയിട്ട്, തങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്, ആ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്ത വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ജീവത്യാഗം ചെയ്ത ഒരു വ്യക്തിയുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാൾക്കൊരു സ്മാരകം പണിയാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്ന, ശേഖരിക്കുന്ന പണത്തിൽ നിന്ന് 1 രൂപയെങ്കിലും അടിച്ചു മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തരത്തിലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒന്നല്ല, അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. രാഷ്ട്രീയ ആരോപണമായിട്ട് ടി.വി. കുഞ്ഞികൃഷ്ണൻ ഇത് ഉന്നയിച്ചിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി.ഐ. മധുസൂദനൻ എന്ന പയ്യന്നൂർ MLA-യും ടി.വി. കുഞ്ഞികൃഷ്ണൻ എന്ന ജില്ലാ കമ്മിറ്റി അംഗവും തമ്മിലുള്ളത് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമാണ്. ഈ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ്. 2010 മെയ് മാസത്തിൽ ഗ്രാറ്റുവിറ്റി പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അമെൻമെന്റ് കൊണ്ടുവന്നിരുന്നു. ഈ അമെൻമെന്റ് പ്രകാരം ഈ ടി.വി. കുഞ്ഞികൃഷ്ണന് മുൻകാല പ്രാബല്യത്തോടുകൂടി ഗ്രാറ്റുവിറ്റി ലഭിച്ചു കഴിഞ്ഞാൽ 20 ലക്ഷം രൂപ ലഭിക്കുമായിരുന്നു. അതേസമയം
ആ അമെൻമെന്റ് പാസ്സായതിനു ശേഷമുള്ള ഗ്രാറ്റുവിറ്റിയാണ് കിട്ടുന്നതെങ്കിൽ 8 ലക്ഷം രൂപ മാത്രമേ കിട്ടത്തുള്ളൂ. അന്ന് ടി.വൈ. മധുസൂദനൻ MLA ആയിട്ടില്ല, അദ്ദേഹം അന്ന് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഇത് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു അതൊന്നും ശരിയാവത്തില്ല, അത് പാർട്ടിയുടെ ഒരു നയത്തിന് യോജിച്ചതല്ല, മുൻകാല പ്രാബല്യത്തോടു കൂടിയൊക്കെ ഇത് നടപ്പിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞതോട് കൂടിയിട്ടാണ് ഈ ടി.വി. കുഞ്ഞികൃഷ്ണന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടി.ഐ. മധുസൂദനനോടുള്ള ഒരു വ്യക്തി വൈരാഗ്യം ആരംഭിക്കുന്നത്. അന്ന് ടി.ഐ. മധുസൂദനൻ ടി.വി. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യത്തെ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ പിന്നീട് യാതൊരു പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു. ഇന്ന് ടി.വി. കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ച് അയാളുടെ മുമ്പിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ രക്തസാക്ഷി ഫണ്ടിലെ വകമാറ്റി ചെലവഴിച്ചൊന്നുമല്ല. അതായത് ടി.ഐ. മധുസൂദനോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം മാത്രമാണ്. നമ്മളൊരു കാര്യം പരിശോധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പാർട്ടിക്കകത്ത് ഉന്നയിക്കേണ്ടതല്ലേ? ഇത് പാർട്ടിക്കകത്ത് ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളുണ്ടോ ടി.വി. കുഞ്ഞികൃഷ്ണ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇല്ല സഖാവ്, എൻ്റെ തെളിവുകളൊന്നുമില്ല, പക്ഷെ ഞാനിതാ പറയുന്നു. എങ്കിൽ ഇതിനെന്തെങ്കിലും അടിസ്ഥാനം വേണ്ടേ? ഇതൊരു വായുവിൽ നിന്ന് ഒരു ആരോപണം ഉന്നയിക്കുക, ആ ആരോപണവുമായിട്ട് ഇദ്ദേഹം മറ്റു പാർട്ടികളിലുള്ള നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തുക, അതിനുശേഷം പിന്നീട് തിരുവനന്തപുരത്തെത്തി BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരുടെ ചാനലിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് എഡിറ്ററായിട്ടുള്ള വിനു വി ജോണിന് മുമ്പിൽ പോയിരുന്ന ഇന്റർവ്യൂ നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ടി.വി. കുഞ്ഞികൃഷ്ണൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? ഞാൻ പറയുന്നത് ടി.വി. കുഞ്ഞികൃഷ്ണന്മാർ CPM-നകത്ത് മാത്രമല്ല ഉള്ളത്. ഒരുപാട് ടി.വി. കുഞ്ഞികൃഷ്ണന്മാർ കോൺഗ്രസിനകത്തുനിന്നും ഇനി പുറത്തേക്ക് വരാനുണ്ട്. ഒരുപാട് ടി.വി. കുഞ്ഞികൃഷ്ണന്മാർ ഇനി BJPക്കകത്തുനിന്ന് പുറത്തേക്ക് വരാനുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റി എന്താണെന്നുള്ളതാണ്. ഈ ടി.വി. കുഞ്ഞികൃഷ്ണക്ക് എന്ത് ക്രെഡിബിലിറ്റി ആണെന്നുള്ളത്, നാട്ടിക്കൂടെ ഷെയർ ട്രേഡിങ്ങുമായിട്ട് നടക്കുന്ന, സ്ഥലക്കച്ചവടവുമായിട്ട് നടക്കുന്ന ഒരാള് ഒരു സുപ്രഭാതത്തിൽ ടി.ഐ. മധുസൂദനൻ ഇനി ഒരിക്കലും പയ്യന്നൂരിൽ നിന്ന് MLA ആകാൻ പാടില്ല എന്ന ഒരു നിലപാടെടുക്കുന്നു, വ്യക്തിപരമായ വൈരാഗ്യം എടുക്കുന്നു. ആ വൈരാഗ്യത്തിന്റെ പേരിൽ യാതൊരു തെളിവുമില്ലാത്ത ഒരു ആരോപണം ഉന്നയിക്കുന്നു. ആ ആരോപണം ഉന്നയിക്കുന്ന സമയം ഏതാണ്? ഈ നിയമസഭ കൂടുന്ന സമയത്തല്ലേ? നിയമസഭ കൂടുന്ന അന്ന് തന്നെയല്ലേ ടി.വി. കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത്? തിരുവനന്തപുരത്ത് പോയിട്ട് ടി.വി. കുഞ്ഞികൃഷ്ണൻ ആരൊക്കെയായിട്ടാണ് ചർച്ച നടത്തിയിട്ടുള്ളത്? പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഇതൊക്കെ പോട്ടെ, ടി.വി. കുഞ്ഞികൃഷ്ണൻ ഇന്നലെ ഒരു പ്രകടനം നടത്തി. സ്വന്തം വീട്ടുകാരല്ലാതെ ആ നാട്ടിൽ നിന്നൊരു 10 പേര് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട സഖാവാണ് ടി.വി. കുഞ്ഞികൃഷ്ണൻ എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ആ നാട്ടുകാർ 10-20 പേരെങ്കിലും കൂടെ കൂടത്തില്ലേ? ഇത് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? അയാളുടെ കുടുംബത്തിൽപ്പെട്ട കുറച്ച് ആളുകളും പിന്നെ കുറച്ച് കാക്കിരി പീക്കിരി പിള്ളേരും, മൊത്തം ഒരു 20 പേരുണ്ടാവും. ഒരുപക്ഷെ ഈ കരിങ്കാരിയൊക്കെ അനുകൂലിക്കുന്ന ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞേക്കാം ആ 20 പേരാണ് കേരളത്തിലെ മരിക്കാത്ത സഖാക്കൾ എന്ന് പറഞ്ഞേക്കാം. പക്ഷെ അത് എന്ത് സഖാക്കളത്? സ്വന്തം പാർട്ടിക്കകത്ത് പ്രശ്നം ഉന്നയിക്കുന്ന സമയത്ത് തെളിവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല, കയ്യിലുള്ള രേഖ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരുത്തൻ അവിടെ നിന്ന് വണ്ടി കയറി നിയമസഭ നടക്കുന്ന സമയത്ത്, തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന സമയത്ത് ഈ പാർട്ടിയെ, അതായത് CPM എന്നുള്ള പാർട്ടി, അതിപ്പോൾ ഞാൻ പറഞ്ഞത് ഇതുപോലെ കാണിക്കുന്നത് കോൺഗ്രസ്സുകാരനാണെങ്കിലും ശരിയാണ്, BJPക്കാരനാണെങ്കിലും ശരിയാണ്, അത് കരിങ്കാലിപ്പണിയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, 10-40 വർഷക്കാലം ഇദ്ദേഹത്തിന് ഈ കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി കൊടുത്ത പാർട്ടിയുടെ പേര് CPM തന്നെയാണ്. അതായത് തനിക്ക് അരി വാങ്ങി തന്ന തങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനായിട്ട് തങ്ങളുടെ കുടുംബത്തെ പോറ്റിയ പാർട്ടിയുടെ നെഞ്ചത്തേക്കാണ് അയാൾ കയറുന്നത്. അതിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. ഇതുപോലെ തന്നെ കോൺഗ്രസിനകത്തും കുറെ ആളുകളുണ്ട് 10-40 വർഷമൊക്കെ പാർട്ടിക്കകത്ത് നിന്ന് പാർട്ടിയുടെ എല്ലാവിധ ആനുകൂല്യങ്ങളും നേടിയെടുത്തതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന എല്ലാവരുടെയും പേര് ടി.വി. കുഞ്ഞികൃഷ്ണൻ എന്നാണ്, അല്ലെങ്കിൽ കരിങ്കാലി എന്ന് തന്നെയാണ്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. പത്രമാധ്യമങ്ങൾ ഇവരെ പൊക്കിക്കൊണ്ട് നടക്കുന്നതിൽ ഒരുപാട് വലിയ അപകടമുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയണം. ഇനി വരാൻ പോകുന്ന ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് രാഷ്ട്രീയമാണ്. ഇവിടെ ഫൈറ്റ് ചെയ്യപ്പെടേണ്ടത് വർഗീയതയോടുകൂടിയാണ്. അപ്പോൾ വർഗീയ ശക്തികൾ ഇങ്ങനെയുള്ള ചർച്ചകൾ മൂലം എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യത്തിലേക്ക് കടന്നുകയറ്റം നടത്തുമല്ലേ? ഈ വർഗീയ ശക്തികളുടെ കടന്നുകയറ്റം ചെറുക്കാൻ വേണ്ടിയിട്ട് എല്ലാ മതേതര വിശ്വാസികളും കൂടി ഒരുമിച്ചൊരു പോരാട്ടം നടത്തേണ്ട സമയത്താണ് ഇതുപോലെയുള്ള കരിങ്കാലികൾ ഇവിടെ വാർത്തകളിൽ നിറയുന്നതും ചർച്ചകളിൽ നിറയുന്നതും. ടി.വി. കുഞ്ഞികൃഷ്ണനെയൊക്കെ അന്തിച്ചർച്ചയ്ക്ക് ഇത്രമാത്രം ചർച്ച ചെയ്യേണ്ടത് എന്ത് ഘടകമാണുള്ളത്? ഞാൻ പറയട്ടെ, അങ്ങനെയുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് മുക്കിയ വയനാട് ഫണ്ടിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? എന്താ ചർച്ച ചെയ്യാത്തത്? അതൊന്നും ചർച്ച ചെയ്യാത്ത അടിസ്ഥാനരഹിതമായിട്ട് ടി.ഐ. മധുസൂദനൻ എന്ന MLA-യോടുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ട് ടി.വി. കുഞ്ഞികൃഷ്ണൻ എന്ന ഒരു കരിങ്കാലി ഉന്നയിച്ച ആരോപണത്തെ ഇത്രമാത്രം ചർച്ച ചെയ്യാനായിട്ട് എന്തിരിക്കുന്നേ? അങ്ങനെയുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞിരിക്കുന്ന വീടില്ലേ, BJPക്കാർ മുഖ്യ ഫണ്ടുകളില്ലേ? ഇതൊന്നും ഫണ്ടുകളല്ല, എത്ര ഫണ്ടുകൾ കിടക്കുന്നു. അപ്പൊ ഇതിനെ ഒരു ചർച്ചയാക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്.
കേരളത്തിലെ വികസനം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പാടില്ല, കേരളത്തിലെ വിദ്യാഭ്യാസ നയം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് പാടില്ല, യുവജനക്ഷേമം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് പാടില്ല, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല, കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല, കേരളത്തെ ആരോഗ്യരംഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല എന്ന് ചില ആളുകൾക്ക് എന്തോ നിർബന്ധമുള്ള പോലെയാണ് ടി വി കുഞ്ഞികൃഷ്ണനോ അയാളെ ഈ പറഞ്ഞ പയ്യന്നൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ച് വിനു വി ജോണിനെ പോലെയുള്ള ഒരു എഡിറ്റർ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമ ലോകത്തിന് തന്നെ ഇത് അപമാനമാണ്, രാഷ്ട്രീയത്തിന് അപമാനമാണ് ഈ ടി വി കുഞ്ഞികൃഷ്ണനെ പോലെയുള്ള പ്രവർത്തകർ എന്ന് പറയുന്നത്. അയാൾക്ക് 6.5 കോടി രൂപയുടെ സ്വത്തുണ്ടെന്നേ. ഒരു സാധാരണ കാർഷിക കുടുംബത്തിൽ നിന്ന് വന്ന ഒരാൾക്ക് ഒരു 6.5 കോടി രൂപയുടെ സ്വത്ത്, അതും പയ്യന്നൂർ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നടത്തിയിട്ടുള്ള ഭൂമി കച്ചവടം എത്രയായിരിക്കും? ടി ഐ മധുസൂദനന് ഭൂമാഫിയായിട്ട് ബന്ധമാണെന്നാണ് പറയുന്നത്. ടി ഐ മധുസൂദനന് ഇയാളുടെ 3-1 സ്വത്തില്ല. അതേസമയം വെറും ഒരു സാധാരണ കർഷക കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ടി വി കുഞ്ഞികൃഷ്ണന് ഇന്ന് 6.5 കോടി രൂപയുടെ സ്വത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് വായിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും, ടി വി കുഞ്ഞികൃഷ്ണന്റെ ഗ്രാറ്റുവിറ്റി അത് 8 ലക്ഷം എന്നുള്ളത് അയാൾക്ക് 20 ലക്ഷം കിട്ടേണ്ടതായിരുന്നു മുൻകാല പ്രാബല്യത്തോടു കൂടി നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ. യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത തെളിവുമില്ലാത്ത ഒരു ആരോപണമാണ് ഈ രക്തസാക്ഷി ഫണ്ട് വകമാറ്റി അല്ലെങ്കിൽ അതിൽ തിരിമറി നടത്തി എന്നുള്ളത്. അതിന് യാതൊരുവിധ തെളിവുമില്ല. ഒരാൾ വ്യക്തിവൈരാഗ്യം കൊണ്ട് ഒരു പാർട്ടിക്കെതിരെ, തന്നെ തീറ്റിപ്പോറ്റിയ പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടതും അതിനെ ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതും പ്രബുദ്ധരായിട്ടുള്ള മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം മാധ്യമങ്ങൾ നിറവേറ്റാത്ത പക്ഷം കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ അത് ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിയമസഭ കൂടുന്നത് നിയമസഭയിൽ വിലയേറിയ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സ്ഥലത്ത് ഇതുപോലെയുള്ള കരിങ്കാലികൾ ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ചർച്ച ചെയ്ത് നിയമസഭയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.